ഡിഗ്രിക്ക് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ല കരിയറിലേക്ക് എത്താൻ സാധിക്കുമോ, സെക്യൂർ ആണോ, പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. സോ നമ്മൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളായിക്കോട്ടെ. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും ഇനി വരും വർഷങ്ങളിലുള്ള ഗ്രോത്ത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇതിനോടകം തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തി കഴിഞ്ഞു. സോ വരും വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ നമ്മുടെ നാട്ടിലും വരാൻ പോകുന്നത്. സോ ഡിഗ്രി നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, ഇപ്പോൾ BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, ഏത് സ്ട്രീം കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ മേഖലയിലെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. സോ ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നത് ഒരിക്കലും മെഡിക്കൽ സെഗ്മെന്റിലല്ല, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെ മാനേജ്മെന്റ് റോളുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ HR ആയിക്കോട്ടെ, അതുപോലെ PRO, അതുപോലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, പർച്ചേസിംഗ് ആയിക്കോട്ടെ, അങ്ങനെ 13ഓളം ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് കഴിഞ്ഞാൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയധികം ജോബ് അവസരങ്ങൾ നമ്മുടെ നാട്ടിലും വിദേശ രാജ്യങ്ങളിലും ഹോസ്പിറ്റൽ അഡ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഓപ്ഷനാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ അടുത്ത കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സ്റ്റുഡൻസിനും കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്, പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ടൈറ്റിൽ മാത്രമേ നോക്കുള്ളൂ. ഞാൻ പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ ഡ്യൂറേഷനോ, പഠിക്കാൻ പോകുന്ന കോഴ്സിന്റെ സിലബസോ, എത്രമാത്രം അറിവ് ലഭിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ പ്രോഗ്രാം ശരിയായ രീതിയിൽ ശരിയായ സ്കിൽ സെറ്റ് നേടാതെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ഒരു ഹോസ്പിറ്റലും ജോലി തരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഡ്യൂറേഷനിൽ കുറഞ്ഞ ഫീസിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു കോഴ്സ് പഠിക്കാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് അത്രയും കോമ്പറ്റീഷൻസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ നമുക്ക് വേണ്ടത്ര സ്കിൽ സെറ്റ് ഇല്ല, സബ്ജക്ട് നോളജ് ഇല്ല, അതിനാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ സെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളും ജോലി തരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിട്ട് വേണം, ശ്രദ്ധിച്ചിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. കാരണം ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സർട്ടിഫിക്കേഷനോ സിലബസോ കേരളത്തിലുള്ളത് എല്ലാം സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങളെയും പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കൂടി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. കാരണം വരും വർഷങ്ങളിൽ കാലഘട്ടം കൂടിയാണ്. എസ്പെഷ്യലി ഒരു ഏജന്റിക് ഓട്ടോമേഷൻ ആയിക്കോട്ടെ, അതേപോലെ ഡിജിറ്റൽ ടെക്നോളജീസിനായിക്കോട്ടെ, ഒരുപാട് ഇൻവോൾവ്മെന്റ്സ് ഹെൽത്ത് കെയർ സെക്ടറിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മളിപ്പോൾ തന്നെ തയ്യാറെടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അതല്ലാതെ കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് കണ്ടിട്ടുന്ന സ്ഥാപന സിലബസ് ഇപ്പോഴും പണ്ടത്തെ കാലത്തെ സിലബസിലാണ്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് ലഭിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. സോ ആ കോമൺ മിസ്റ്റേക്ക് ഇനിയും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ഇന്ന് കേരളത്തിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്റർനാഷണൽ എന്ന പേരിൽ തരുന്ന പല സർട്ടിഫിക്കറ്റും ഫേക്ക് സർട്ടിഫിക്കേഷൻ ആണ്. കാരണം ഇന്ന് UK-ലും യൂറോപ്പിലൊക്കെ ഓൾറെഡി ബാൻ ചെയ്തിട്ടുള്ള, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മുടെ നാട്ടിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി പഠിച്ചു കഴിഞ്ഞ ശേഷമായിരിക്കും പല കുട്ടികളും എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. കാരണം എല്ലാ കുട്ടികൾക്കും കോമൺലി പറ്റുന്ന ഒരു മിസ്റ്റേക്ക് വെച്ചാൽ അവരെന്ത് ചെയ്യും, വെബ്സൈറ്റ് നോക്കും. വെബ്സൈറ്റ് എന്നുള്ളത് ആർക്കും വേണമെങ്കിൽ ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയുടെ വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അത് ഇന്റർനാഷണൽ ആവണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒഫ്കാലിന്റെ സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഫോറത്തിന്റെ സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷന്റെ അക്രഡിറ്റേഷൻ ബോഡിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോഡിയുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക. ഇത്രയും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അതല്ലാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണെന്നുള്ള ഒരു വെബ്സൈറ്റോ അത് മാത്രം കണ്ടിട്ടുള്ള ഓപ്ഷനിലേക്ക് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ചതിയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ഓപ്ഷനല്ല. നമ്മുടെ ഡിഗ്രിക്ക് ശേഷം ഇനി കരിയറിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലൊരു കരിയറിലേക്ക് എത്താനായിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു കരിയർ ഹോസ്പിറ്റൽ അഡ്മിഷൻ മേഖലയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ.